ഫ്രണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡീനനെ ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈൻ കാണുമ്പോൾ ഒരു സമാധാനമാണ്, ഞാൻ മാത്രമല്ല ഇതിൽ ഇങ്ങനെ സമയം കളയുന്നത്, നീയും കൂടി ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എൻ്റെ ഈശ്വരൻ, ഞാൻ അത്ര സമയം ഇൻസ്റ്റഗ്രാമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അത്രയും സമയം ഞാൻ അതിൽ കളയുന്നുണ്ടോ എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചപ്പോഴാണ് സംഭവം ശരിയാണ്, ഞാൻ അത്രയും സമയം കളയുന്നുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ഇന്ന് നമുക്ക് സംസാരിക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാം അഡിക്ഷൻ നിങ്ങളുടെ. ഇൻസ്റ്റഗ്രാം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ അപ്പോൾ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അവളും എല്ലാവരും, നമ്മൾക്ക് അറിയുന്ന ഒരു വിധപ്പെട്ട എല്ലാവരും എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലോ ഒരു ടീനേജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാടധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാനിതിങ്ങനെ എനിക്കിതൊരു അഡിക്ഷൻ ആണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ട്രിപ്പ് പോയപ്പോൾ ഞാൻ വേറൊരു ഫ്രണ്ടിനെ കണ്ടത്. ആൾക്ക് നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോണൊന്ന് എടുത്തിട്ട് ഒന്ന് നോക്കണമില്ല. ആദ്യം പോണത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്, പിന്നെ വെറുതെ വാട്സപ്പിൽ എന്തെങ്കിലും ഒന്ന് വന്നോ, സ്റ്റേറ്റസ് ആരെങ്കിലും ഒന്ന് പുതിയത്, എല്ലാം ഒന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പീരിയോഡിക്കായിട്ട്, അതായത് ഒരു ടൈമിംഗ് ഉണ്ട് ആളുടെ അറ്റൻഷൻ സ്പാനിൻ്റെ. അത് കഴിഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തരിച്ച് ഈ ഫോണിലേക്ക് പോകുന്നു, ഫോൺ ഇങ്ങനെ നോക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളല്ല ചീത്തയൊക്കെ പറഞ്ഞു, ഇത് ശരിയാവില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനങ്ങനെ നോക്കാറേയില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആൾ പിന്നീട് സംസാരിച്ചപ്പോൾ അഡ്മിറ്റ് ചെയ്തു, ഞാൻ ഒരുപാടധികം നോക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കൂട്ടുകാരിയുടെ കൂടെ ഇപ്പം അടുത്ത് ആലപ്പുഴ ജിംഖാന എന്നുള്ള ഒരു സിനിമ കാണാൻ പോയി. ഓൾറെഡി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അത് ഒരാൾ അതിൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ആരോ ആണ്, ഇൻഫ്ലുവൻസർ ഒന്നുമല്ല, ഒരു സാധാരണ രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന പരിചയത്തിലുള്ള ഒരാൾ ആലപ്പുഴ ജിംഖാന അത്ര നല്ലൊരു സിനിമയല്ല എന്ന് ആദ്യത്തെ ദിവസം തന്നെ എന്തോ പോയി കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിരുന്നു. അപ്പോൾ ആളും എൻ്റെ ഹസ്ബൻഡും ആലപ്പുഴ ജിംഖാന ബുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് ഇട്ടുണ്ട്, അത്ര നല്ല സിനിമയല്ല പോണോ എന്നുള്ള പോലെയായിരുന്നു ഞാൻ ചോദിച്ചത്. അത്ര ഇൻഫ്ലുവൻസ് ആ ഒരു ചെറിയ സ്റ്റോറിക്ക് ഉണ്ട് നമ്മുടെ മനസ്സിൽ. അതുകൊണ്ടാണ് അങ്ങനെ സിനിമ കാണാൻ പോയി. സിനിമയ്ക്ക് മുന്നേ കുറച്ച് ക്രെഡിറ്റ്സും വേറെ സിനിമകളുടെ ട്രെയിലറും പരസ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് അതൊന്നും കാണാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇമ്മീഡിയറ്റ്ലി ഫോൺ തുറന്നു, ഉറക്ക ഫോൺ വെക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞത്, എന്താണ് പബ്ലിക് സ്പേസിൽ എന്തിനാണ് ഉറക്ക ഫോൺ വെക്കുന്നത്, നിർത്ത്. ആൾക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ആൾക്ക് ബോറടിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ലപോലെ എൻജോയ് ചെയ്ത് കണ്ടു ആ സിനിമ. അത് കഴിഞ്ഞ് നമ്മൾ കോഫി കുടിക്കാൻ പോയി, കോഫി വരാൻ ലേറ്റ് ആവുന്നു, ആള് ഉറക്കെ ഫോൺ വെക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഇതെൻ്റെ ഒരു ഹാബിറ്റ് അല്ല, പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സ്ലീപ്പി ആയിട്ട് തോന്നുന്നു, ഉറക്കം തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് നമ്മളെല്ലാവരും ഒരു ഡിനൈലിലാണ്. നമ്മളത് ആര് പോയിന്റ് ഔട്ട് ചെയ്താലും പറയും, ഇതെൻ്റെ ഹാബിറ്റേ അല്ല, ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇത് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യാറേ ഇല്ല. വേറൊരു ടൈപ്പ് ആൾക്കാരാണ്. ഏത് പബ്ലിക് സ്പേസിലാണെങ്കിലും അവർ ഭയങ്കര ലൗഡായിട്ട് ഇൻസ്റ്റഗ്രാമിലെ റീലുകൾ കാണുക എന്നുള്ളൊരു ഹാബിറ്റുള്ള ആൾക്കാർ. അത് കൂടാണ്ട് ഇപ്പോൾ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പതുക്കെ അങ്ങോട്ട് മാറിയിട്ട് പക്ഷെ ഉറക്കെ റീലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ ആൾക്കാർ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് യൂണിവേഴ്സലാണ്. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോഴൊക്കെ ഞാനൊരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട്. ആ ലിമിറ്റ് സെറ്റ് ചെയ്തതൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ഇഗ്നോർ ലിമിറ്റ് ഫോർ ടുഡേ ഇഗ്നോർ ലിമിറ്റ് ഫോർ 15 minutes ഞാൻ ഒരു വട്ടം പോലും കൊടുത്തിട്ട് നിൽക്കുന്നില്ല. എന്നും ടുഡേ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ലിമിറ്റ് എന്ന് എക്സീഡ് ചെയ്യും. കുക്ക് ചെയ്യുമ്പോൾ സൈഡിൽ റീല് കാണും, പല്ലേക്കുമ്പോൾ സൈഡിൽ റീല് കാണും, ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ അനാവശ്യമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എയ്ഡ് ചെയ്യുന്ന സാധനമാണ് ഇൻസ്റ്റഗ്രാം റീൽസ് എന്നുള്ളത്. അപ്പോൾ ആ റീൽ ഇങ്ങനെ കണ്ടുകൊണ്ട് അത് നമ്മളൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡൂം സ്ക്രോൾ എന്ന് പറയുന്ന സാധനം നമ്മളെ വലിക്കുന്നത് അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിലേക്കൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്കാണ്. ആ ഒരു ക്ലിക്കിൽ പിന്നെ നമ്മുടെ ഡോപ്പമീൻ 1, 2, 3 ഇങ്ങനെ അതൊരാൾക്ക് അയക്കുന്നു, ഇങ്ങനെ പോവുകയാണ്. ആ ഒരു പോക്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ പോലും നമുക്ക് സമയമില്ല. എന്താ വെച്ചാൽ ഈ ഡൂം സ്ക്രോൾ ചെയ്യണമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങാനുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ 10:30 വരെ, ചിലപ്പോൾ 11:30 വരെ റീല് കാണുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങുമായിരിക്കും. പക്ഷെ ബ്രെയിനിന് ഇത്രയും ഓവർലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ 11:30 കഴിഞ്ഞ് വരെ ഇത്രയും നേരം പുതിയ കാര്യങ്ങളാണ് കാണുന്നത്. നമ്മളുടെ ബ്രെയിൻ ഇതിനു വേണ്ടി ഇവോൾവ് ചെയ്തൊരു ബ്രെയിനല്ല ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ചിലപ്പോൾ നമ്മൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, ഗ്രാഫിക് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കുണ്ട് ഉറക്കം വരുന്നു. അപ്പോൾ രാത്രി ഉറക്കമില്ല. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മയങ്ങി രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാലോ പിന്നെയും ഫോൺ എടുത്തു, സ്ക്രോളിങ്. ഈ സ്ക്രോളിങ് നിർത്താൻ പറ്റാത്ത ഇത്
ഞാൻ ആരെയും അക്യൂസ് ചെയ്ത് പറയല്ല, ഞാനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ഹസ്ബൻഡ്സും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സും അവരുടെ വൈഫ്സും ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഇൻസ്റ്റഗ്രാം കാരണം അല്ലെങ്കിൽ ഷോർട്ട് ടേം കണ്ടന്റ് കൊണ്ടുണ്ടായ ഒരു വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അറ്റൻഷൻ സ്പാൻ എന്ന് പറയേണ്ട സാധനം ഇല്ല. ബേസിക്കലി നില്ലാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ. അപ്പം നമുക്ക് ഈ ലോങ് ടേം കണ്ടന്റ് ഉണ്ടല്ലോ, മൂവിയൊക്കെ നമ്മൾ OTT വന്നിരുന്നത് കാണുമ്പോൾ അത്രയും എൻഗേജ് ആയ മൂവി അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ക്ഷമ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ കൈ ഫോണിലേക്ക് പോവും. സ്ക്രോളിങ് എന്നിട്ട് സൈഡിൽ കൂടെ കേൾക്കണൊക്കെ ഉണ്ടാവും കേട്ടോ, വാലും മൂടും ഒക്കെ. ഒന്നും ഫുള്ളായിട്ടൊന്നും അങ്ങോട്ട് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോയ പോലെയാണ് അത്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്, ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു ലോങ് ടേം കണ്ടന്റിന് കപ്പാസിറ്റി ഇല്ലടി. നീ ഇൻസ്റ്റഗ്രാം കാണുന്നതിന് വരെ യൂട്യൂബ് വീഡിയോസ് ലോങ് ഫോർമാറ്റ് കണ്ടന്റ് കാണൂ. അപ്പോൾ നമുക്കൊരു ഷിഫ്റ്റ് വരും ബ്രെയിനിന് കുറച്ചും കൂടെ പ്രോസസ്സ് ചെയ്യാമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു എനിക്കതിനുള്ള ക്ഷമയില്ല, കേട്ടിരിക്കാനും അതിലേക്ക് വിശദമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാനും ഒന്നും എനിക്ക് ക്ഷമയില്ല. സത്യം പറഞ്ഞാൽ എനിക്കും ഇല്ല. ഞാനിപ്പോൾ സിനിമ കാണുമ്പോൾ അതുകൊണ്ട് ചെയ്യുന്നത്, ഞാൻ ഇൻസ്റ്റഗ്രാം തുറക്കാണ്ട് ഞാൻ ബബിൾ ഷൂട്ട് ഗെയിം കളിക്കും സൈഡിൽ. കാരണം അറ്റൻഷൻ സ്പാൻ ഇല്ല. അറ്റൻഷൻ സ്പാൻ എന്താ പറയുക, പൂച്ചേൻ്റെ അറ്റൻഷൻ സ്പാൻ പോലും എനിക്കില്ല. ഞാൻ ബബിൾ ഷൂട്ട് ഗെയിം കളിക്കും ഇൻസ്റ്റഗ്രാം തുറക്കണ്ടെന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ സൈഡിൽ ബുക്സ് വെക്കും വരയ്ക്കാനോ വായിക്കാനോ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നത്. പതുക്കെ ആ ഒരു അഡിക്ഷന് വീൻ ഓഫ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമെന്നറിയില്ല. പിന്നെ പലപ്പോഴും ഈ ഒരു ആപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ലൈഫിലെ എല്ലാം നല്ല കാര്യങ്ങളല്ലേ കാണുന്നത്. റെയർലി ദർ ആർ പീപ്പിൾ ഹു വിൽ പുട്ട് ഔട്ട് ദർ ബാഡ് സൈഡ് ഓർ അവരുടെ സാഡ് സൈഡ്. ഞാനിപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തൊരാളാണ്. അറ്റൻഷൻ പോയി. അത്ര സങ്കടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നാലും അത്ര സങ്കടം നമുക്ക് അവിടെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ എല്ലാവരുടെയും ലൈഫ് ഭയങ്കര കളറാണ്, എല്ലാവരുടെയും ലൈഫ് ഭയങ്കര കിടിലമാണ് എന്നുള്ള ഒരു തോട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇത് തരുന്നത്. ആ തോട്ട് എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ ലൈഫും സംഭവം പെർഫെക്റ്റ് ആണ് എന്ന് വരുത്തി തീർക്കണം എന്നുള്ളൊരു ആശയമാണ് ഇതിന് തരുന്നത്. ആരുടെയും ലൈഫ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കില്ല, പിക്ചർ പെർഫെക്റ്റും ആയിട്ടിരിക്കില്ല. ഫോണ് നന്നല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഔട്ട് ഫീലിംഗ് ആണ്. അപ്പോൾ EMI ഒക്കെ എടുത്ത് നമ്മുടെ മീൻസിന്റെ പുറത്തുള്ള വളരെ എക്സ്പെൻസീവ് ആയ ഒരു ഫോൺ നമ്മൾ മേടിക്കാൻ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ എല്ലായിടത്തും കറങ്ങാൻ പോവാം. നമ്മൾ ഒരു വട്ടം ടൂറ് പോയപ്പോൾ ഒരു 10 സ്റ്റേ എന്തായിരുന്നു, അത് അവിഞ്ഞ കലാപരിപാടിയായിരുന്നു. അത് ഒട്ടും ഫണ്ണല്ലാത്ത, എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാത്തൊരു സെറ്റപ്പിൽ ഭയങ്കര എന്തിനാ ഇവിടെ ഈ ടെൻ്റ് അടിച്ച് നിൽക്കണമെന്ന് അറിയാത്ത. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല നമ്മളൊരു ഹൈക്കൊക്കെ ചെയ്തൊരു സ്ഥലത്ത് നമ്മളായിട്ട് ടെൻ്റ് അടിച്ച് പോകുന്നതും ഒരാൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ടെൻറ്റിൽ കിടക്കാൻ വേണ്ടി പോയി കിടക്കുന്നതും രണ്ട് എക്സ്പീരിയൻസ് ആണ്. ആ രണ്ടാമത്തെ എക്സ്പീരിയൻസ് അത്ര രസമില്ല. ഫോട്ടോഗ്രാഫി ചെയ്യാൻ രസമുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും അനുഭവിക്കാൻ വലിയ രസമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരെന്തൊരു ഫയർ ഇട്ടുണ്ട്. അപ്പോൾ നമ്മളെ അപ്പുറത്തെ ടെൻറ്റിലുള്ള കുട്ടി പറയുന്നത് ഞാൻ കേട്ടതാണ്. ആ കുട്ടി പറയണം, ഞാനേ ഈ ക്യാമ്പ് ഫയറിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കണ പോലെ കാണിക്കാം, നീ വീഡിയോ എടുക്കുക. അപ്പോൾ മറ്റേ കുട്ടി വെക്കേണ്ട അതിപ്പോൾ എന്തിനാണെന്ന്. അപ്പോൾ പറയാം ഇൻസ്റ്റഗ്രാമിലെങ്കിലും ഇടാമല്ലോ, ആൾക്കാർക്ക് തോന്നിട്ട് എൻ്റെ ലൈഫ് ഇന്ന് കളറാണെന്ന്. അത് കാണുന്ന ഒരാൾ വിചാരിക്കും ഇവളൊക്കെ ക്യാമ്പിന് ഇങ്ങനെയൊക്കെ പോയിട്ട് ഫൺ ലൈഫ് എന്ത് രസം. പക്ഷെ സംഭവം പുള്ളിക്കാരി ബോറടിച്ച് ഒരുമാതിരി ഒരു ആകെ മഴ ചാളിപ്പീളിയൊക്കെ ആയിട്ട് ടെൻറ്റിൽ പെട്ട് കിടക്കുകയാണ്. പക്ഷെ സംഭവം ഇൻസ്റ്റഗ്രാമിൽ കളറായിരിക്കും കാണാനും. അപ്പം അങ്ങനെ ഒരു പ്രൊജക്ഷനാണ് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അവർ വളരെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് വളരെ സൂപ്പർഫിഷ്യലായ കാര്യങ്ങളിൽ വളരെയധികം ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്നാൽ ഫോട്ടോ എടുത്താൽ ഇൻസ്റ്റഗ്രാമിൽ ഇടണം, സ്റ്റോറി ഇടണം. അതുകൊണ്ട് തന്നെ അവരതിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. നമ്മളൊരു ചായ കുടിക്കാൻ പോണേനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഹാങ് ഔട്ട് ചെയ്യണേനോ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഫുള്ള് ലിപ്സ്റ്റിക്കും ഫുൾ ഫേസ് മേക്കപ്പും ഇടാണ്ട് പുറത്തിറങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യമൊക്കെ അത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചെയ്യുമെങ്കിലും പിന്നെ അത് നമ്മൾ ഇന്റേണലൈസ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പിയേഴ്സിൽ ചിലപ്പോൾ നന്നായിട്ട് ഒരുങ്ങാൻ അറിയുന്നതോ അതിനുള്ള ഫിനാൻഷ്യൽ മീൻസ് ഉള്ളതോ ആയ ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പം അവരുടെ പിക്ചേഴ്സ് കാണുമ്പോൾ ദാറ്റ് ബിക്കംസ് യുവർ സ്റ്റാൻഡേർഡ്. ഞാൻ ആ സ്റ്റാൻഡേർഡിൽ എത്തണില്ലെങ്കിൽ ഞാൻ പിറകിലാവും. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാർക്ക് എന്നെ ഭംഗി തോന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു സുന്ദരനോ സുന്ദരിയോ ആണ് തോന്നില്ല എന്ന് തോന്നിപ്പിക്കാൻ ഭയങ്കര കപ്പാസിറ്റിയാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റോറിയോ പോസ്റ്റൊക്കെ ഇടുമ്പോൾ ആര് ലൈക്ക് ചെയ്തില്ല എന്നുള്ളതിനെയൊക്കെ പറ്റി ഒരു യങ്ങർ പ്രായത്തിലാണെങ്കിൽ വളരെയധികം ഒബ്സസ് ചെയ്യാൻ എളുപ്പമാണ്. എന്താപ്പോൾ അവളെന്തിനാ എൻ്റെ ഫോട്ടോ ലൈക്ക് ചെയ്യാണ്ടിരുന്നു, അവളെന്തിനാ അങ്ങനെ ചെയ്തേ, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ, എന്നെ കാണാൻ ലുക്കില്ല, ഇതിൽ സൂം ചെയ്ത് സ്വന്തം സ്റ്റോറി കാണാൻ. എൻ്റെ ഈശ്വര, ഒരു വട്ടം നമ്മൾ ഒരു ട്രിപ്പിന് പോയപ്പോൾ അതിലൊരാൾ സ്റ്റോറി ഇട്ട് ഞാൻ ഈ പാട്ട് തന്നെ രാവിലെ തൊട്ട് കേൾക്കുകയാണ്,
ഞാൻ ആലോചിക്കും ഇവിടുന്ന് ഈ പാട്ട്, ഇത് എന്താ ഈ പാട്ട്? പിന്നെ നോക്കുമ്പോഴാണ് മൂപ്പരാളുടെ സ്റ്റോറി തന്നെയാണ്. അത് ഞാൻ സ്റ്റോറി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാണ്. ആള് പിന്നെയും നോക്കും, പിന്നെയും നോക്കും, പിന്നെയും നോക്കും. വേറൊരാളാണെങ്കിൽ ഒരു റീൽ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്രിപ്പിൻ്റെ, പിന്നെയും നോക്കും, പിന്നെയും നോക്കും. ഇങ്ങനെ ആസ്വാദനത്തിൻ്റെ വേറെ ലെവലിൽ സെൽഫ് ഒബ്സെഷനായിട്ടിരിക്കുകയാണ്. റിപ്പീറ്റ് അടിച്ച് കാണുകയാണ് ആ സ്റ്റോറി. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ആ റീല് അവനവൻ്റെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അർജുനെ കൺട്രോൾ ചെയ്യാനേ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഒരു ഇല്യൂഷൻ ഓഫ് പെർഫെക്റ്റ് ലൈഫാണ് അതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ എല്ലാവർക്കും നമ്മുടെ പെർഫെക്റ്റ് സെൽഫിനെ ആൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ താല്പര്യമുള്ളൂ. ആ പെർഫെക്റ്റ് സെൽഫിനെ കണ്ടിട്ട് ഇംപെർഫെക്റ്റാന്ന് വിചാരിക്കുന്ന മറ്റൊരാൾ ജലസ് ആവുകയും അവരവരുടെ ലൈഫ് പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിക്കുകയും അങ്ങനെ ഒരു സൈക്കിൾ ഓഫ് ഇൻസെക്യൂരിറ്റിയാണ് ലൈഫിൽ ഇതിന്ന് കിട്ടുന്നത്. ഇനി വേറൊരു കാര്യം പറയാനാണെങ്കിൽ അവിടെ ഉള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ് റൈറ്റ് നൗ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫർമേഷൻ. അത്രയും ഇൻഫർമേഷൻ സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നും. ഒരാൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു കളക്റ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന പോലെയാണ്. ഒരു സോഷ്യലി നമ്മളുടെ നാട്ടിലൊരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ എവ്രി സിംഗിൾ പേഴ്സൺ ഹാസ് ടു ഷെയർ അബൌട്ട് ഇറ്റ്. എവ്രി സിംഗിൾ പേഴ്സൺ ഹാസ് ടു ഷോ വാട്ട് ദേ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ഷെയറബിൾ സ്റ്റോറീസ് വന്നേ പിന്നെ അത് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തേ പറ്റൂ. അതായത് ആ ഒരു സാധനം അവരുടെ ഒരു തോട്ട് വെച്ചിട്ട് ഷെയർ ചെയ്തേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ആ കളക്റ്റീവ് മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായില്ലെങ്കിൽ നമ്മൾ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഇത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കുറച്ച് ഡീസെൻസിറ്റൈസ്ഡ് ആയി എന്നാണ് പറയുന്നത്. അന്റാർട്ടിക്കയിൽ മഞ്ഞ് വീഴുന്ന, ഐസ്ബർഗ്സ് പൊട്ടി വീഴുന്ന ഒരു ദൃശ്യം, പോളാർ ബേഴ്സ് സഫർ ചെയ്യുന്ന ദൃശ്യം 1. 2 ആമയുടെ മൂക്കിന്ന് ആ പ്ലാസ്റ്റിക് സ്ട്രോ വലിച്ചെടുക്കുന്ന ദൃശ്യം. ഇത് രണ്ടും നമ്മൾ കണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഗ്ലോബൽ വാർമിങ്ങിന് എല്ലായിടത്തും ഉള്ളതാണ്. അങ്ങനത്തെ രീതിയിലേക്ക് ഡീസെൻസിറ്റൈസ്ഡ് ആക്കാൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന്, കാരണം അത്രയും വട്ടാണ് ആ ഇമേജറി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനോടുള്ള ഇമോഷണൽ കണക്ഷൻ ഇല്ലാണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ വലിയ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ AI വെച്ചിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേര് വന്നു. ഞാൻ തപ്പിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു വീഡിയോ കൊടുക്കാം. My daughter was a Victoria's Secret model. I have been a plastic surgeon in Beverly Hills for 19 years. I was a private jet flight attendant for celebrities for 5 years. I was a Victoria's Secret model for 18 years as a Korean dermatologist, 13 years as a Gucci doctor, and still nobody believes me when I 24 years as a Korean plastic surgeon, yet no one believes me when I tell them this. I've been working at the biggest dermatology, 13 years as a Korean plastic 13 years as a butt doctor, yet no one believes me. My 14-year-old daughter's only wish was to not look like a boy during her quinceañera. I was the highest paid flight attendant for 17 years as a Korean dermatologist, yet no one believes me when I My husband has been a Korean plastic surgeon for 26 years. ആദ്യം ഞാൻ വിചാരിച്ചു അതൊരു റിയൽ ഡോക്ടറുടെ വീഡിയോസ് ആണെന്നുള്ളത്. പിന്നെയാണ് മനസ്സിലായത് അതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു പ്രൊഫൈല്. കാരണം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആഡ് എനിക്ക് വന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫേക്കാണ് സംഭവം എന്നുള്ളത്. പക്ഷെ നമുക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് എത്ര നേരം നോക്കണം, അത് ഒന്നും ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ അത് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നമുക്കത് നോക്കിയിരിക്കാനുള്ള സ്പാൻ ഓഫ് അറ്റൻഷൻ നമുക്കില്ല. നമ്മൾ അടുത്തേക്ക് പോവുകയാണ് കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എന്താണ് റിയൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നതിൽ നിന്നും ഇനി അങ്ങോട്ട് പാടാണ് നമുക്ക്. ആ ഒരു ലൈഫും വിർച്വൽ ആയിട്ടുള്ള റിയാലിറ്റി തമ്മിലുള്ള ബ്രിഡ്ജ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ ഒരു പോസ്റ്റ് വായിച്ചു, പണ്ട് നമ്മൾ ഈ Gtalk അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്, മില്ലേനിയൽസിന് അറിയുണ്ടാവും. അപ്പോൾ അവിടെ ചാറ്റൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു അക്രനിമാണ് BRB, ബി റൈറ്റ് ബാക്ക്. കാരണം എന്താ, നമ്മൾ അവിടുന്ന് പോയിട്ട് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു പോയി പിന്നെയും ഇൻ്റർനെറ്റിലെ ആക്സസിലേക്ക് തിരിച്ചു വരുമായിരുന്നു. വി യൂസ് ടു കം ബാക്ക്. പക്ഷേ വി ഡോണ്ട് റിയലി യൂസ് ദാറ്റ് ഫ്രേസ് എനിമോർ. കാരണം എന്താ വെച്ചാൽ BRBൻ്റെ ആവശ്യമില്ല, നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ജീവിതം. അപ്പോൾ പിന്നെ നമുക്കത് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ വേറൊരു വലിയ കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ഹേറ്റ്രഡ് ആൻഡ് ഫേക്ക് ന്യൂസ് ആൻഡ് ന്യൂഡിറ്റി ആൻഡ് വയലൻസ് ഇൻസൈഡ് ദറ്റ് ആപ്പ്. ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ന്യൂഡായിട്ടുള്ള ഇമേജസ് ഒരുപാട് സെർച്ച് ചെയ്യുന്നതോ അതിന് ആ കണ്ടന്റിന് ടൈം സ്പാൻ കൊടുക്കുന്ന ഒരാളും അല്ലായിരുന്നു. പക്ഷേ ഒരു റീസെൻറ്റ് ടൈംസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവും,
ന്യൂഡ് ഗേൾസിൻ്റെയോ അങ്ങനത്തെ തേഴ്സ്റ്റ് ട്രാപ്പ് വീഡിയോസോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരുന്നതും. നമ്മുടെ ഫീഡ് അല്ലെങ്കിൽ നമ്മുടെ സെർച്ചിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഇമേജറി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ദർ വാസ് എ ടൈം വയലൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇന്ത്യയിൽ ഒരുപാട് പുഷ് ചെയ്തൊരു സമയം. പിന്നെ ഹേറ്റ് സ്പീച്ചും മിസ്ഇൻഫർമേഷൻ, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഒരു കൂടാരാണ്. കാരണം എന്താ വെച്ചാൽ ആർക്കും എന്തും പഠിച്ചു വിടാൻ പറ്റുന്നുണ്ട്. എല്ലാവരും എന്തൊക്കെയോ ടെക്കാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജനറേഷനോ നമ്മുടെ യങ്ങർ ജനറേഷനോ ഒക്കെ ഇതിൽ അഡിക്ഷനാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ പാരൻസിൻ്റെ ജനറേഷൻ ഇത് അവർ വേറെ ലെവലൊരു അഡിക്ഷനിലാണ് ഇരിക്കുന്നത്. അവർക്ക് ഒട്ടും കോൺവെർസേഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരുപാട് പാരൻസിന് അവർ യൂട്യൂബിലാണ് ഒന്നും കൂടി അഡിക്റ്റ്, യൂട്യൂബ് ഷോർട്സിൽ. പക്ഷേ അങ്ങനത്തെ ഒരു ജനറേഷൻ ഓഫ് പാരൻസിനെ ഞാൻ ഒരുപാടായി കാണുന്നു. അവർക്ക് അതിൽ കൺട്രോൾ ഇല്ല. ഇപ്പോൾ പണ്ട് നിൻ്റെ ഈ ഫോണാണ് നിൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ 24 മണിക്കൂറും ഫോണിലാണ് അവരുടെ ജീവിതം. എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഫേസ്ബുക്കിൽ ഞാനിട്ട് ഈ ഫോട്ടോയ്ക്ക് ഇത്ര ലൈക്ക് കിട്ടി എന്നൊക്കെ പറയുന്ന ടീമായി മാറി. ക്യൂട്ടാണ്, പക്ഷെ അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. ഓൾഡ് ഏജ് ആകുമ്പോൾ അവരുടെ മക്കളൊക്കെ വിട്ടുപോയത് കൊണ്ടും അവർക്ക് വേറെ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാനില്ലാത്തത് കൊണ്ടും ഇതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ അവന്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞു. അവർക്ക് മാത്രമല്ല, നമ്മളിൽ പലർക്കും പ്രൈമറി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബായി മാറിക്കഴിഞ്ഞു. ഇനി ആർട്ടിസ്റ്റുകളുടെയും ക്രിയേറ്റീവ്സിൻ്റെയും കാര്യം പറയാനാണെങ്കിൽ ദ പ്രഷർ ടു മെയിൻറ്റെയിൻ എ ഫീഡ് എസ്തെറ്റിക് ആയിരിക്കണം. ഈച്ച് ആൻഡ് എവറി പോസ്റ്റ് ഷുഡ് ബി ക്യൂറേറ്റഡ്, ഈച്ച് ആൻഡ് എവറി റീൽ ഹാസ് ടു ഹിറ്റ് എ മാർക്ക് എന്നുള്ളത് ആ പ്രഷർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്രിയേറ്റീവ് ആയാൽ മാത്രം പോരാ, നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം സ്റ്റാറും കൂടി ആവണം എന്നുള്ളതൊരു ഒബ്ലിഗേഷനായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ കാലത്ത്. ആ ഒബ്ലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു പാടാണ്. കാരണം ആ ഒരു ലെവൽ ഓഫ് ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടുള്ള കാര്യമാണ്. ഒരു ക്രിയേറ്റീവിനെ സംബന്ധിച്ചോ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചോ ഒക്കെ അറിയായിരിക്കും. ഓവർലി എഡിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഷെയർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സിന് ഒരുപാട് റീച്ച് കിട്ടുകയും കൺവെൻഷണൽ ആയിട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫേഴ്സിന് അതിന് നല്ല മുറുമുറുപ്പുണ്ടെന്നും ഞാനിതിൽ കുറച്ചധികം പേരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. അതായത് ഓവർ എഡിറ്റഡ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു റിയൽ ആയിട്ടുള്ള ഇമേജ് അല്ല. പല എലമെൻറ്റ്സ് പല സ്ഥലത്തുനിന്നും എടുത്തിട്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പം ഫോളോ ചെയ്യുന്ന എനിക്കൊരു ഹോബോ പീബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ അവർ കാണിക്കുന്നത് അത് എഡിറ്റഡ് ആണ്, അവരുടെ പ്രോസസ്സും അവരുടെ ബിഹൈൻഡ് ദ സീൻസും ഒക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലർ ഇത് റിയലി ഉള്ള ഇമേജ് ആണ് എന്നുള്ള പോലെ ഒരു ഇത് വെക്കുമ്പോൾ അത് കുറച്ച് പാടന്നെയാണ്. പിന്നെ വേറൊരാളെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആള് ഒരു 50s ഒരു മദറാണ്. അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾ അനാവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നു അവിടുന്ന് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കണ്ടന്റ് നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പല ബ്രാൻഡുകൾ അവർ നമുക്ക് പുഷ് ചെയ്യും. ആ പുഷിങ്ങിൽ നമ്മൾ അറിയാണ്ട് വീണ് പോകുന്നു എന്നാണ് ആൾ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ അനാവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ ആൾ മേടിച്ചു കൂട്ടുന്നുണ്ട്. കാരണം കാണുമ്പോൾ എല്ലാം ഭയങ്കര ഭംഗി തോന്നുന്നു. അത് കൂടാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് വട്ടം സ്കാമായ ഒരുപാട് പേരുണ്ട്. അതായത് 2000 രൂപയ്ക്ക് ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നു. സംഭവം എനിക്ക് ആ ഇൻഡസ്ട്രിയിൽ നിന്നായതുകൊണ്ട് എനിക്കറിയാം ആ ഡ്രസ്സ് ഒരിക്കലും 2000 രൂപയ്ക്ക് കിട്ടില്ല. പക്ഷേ അറിയാത്ത ആൾക്കാരത് മേടിക്കും. അത് മേടിച്ചിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കോട്ടൺ തുണീൻ്റെ ഒരു സാധനം അല്ലെങ്കിൽ വളരെ മോശം മെഷീൻ എംബ്രോയിഡറി ചെയ്തൊരു സാധനം അവർക്ക് കയ്യിൽ കിട്ടുന്നു. പക്ഷേ പീപ്പിൾ ദേ ഹാവ് ഫോളോവേഴ്സ് 10,000-ഉം 1,000,000-ഉം ഒക്കെ ഫോളോവേഴ്സുള്ള ആൾക്കാരായതുകൊണ്ട് അറിയാണ്ട് ആ ചതിക്കുഴിയിൽ പിന്നെയും വീണ് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ ആൾ തന്നെ പറഞ്ഞ വേറൊരു കാര്യം ആളുടെ മകളെ പറ്റിയാണ്. മകളെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഒരു സെൽഫ് ഇമേജ് ഇഷ്യൂ, അതായത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ അടുത്തൊരു കാര്യം വായിച്ചു. അതായത് നമ്മൾ ഇത്രയും നമ്മളെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ള പോലെ, നമ്മൾ അതിനെ എക്യുപ്ഡ് ആയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നേക്കണം. ഇതൊന്നും നമ്മൾ പരിണാമം സംഭവിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങളല്ലല്ലോ. പെട്ടെന്ന് ടെക്നോളജി വന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് പണ്ട് നമ്മളെ കാണാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോളിഷ്ഡ് സർഫസിലോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിലോ അത് കുറച്ചൊരു ഡിസ്റ്റോർട്ടഡ് ആയ ഒരു ഇമേജുമാണ്. അപ്പോൾ നമ്മൾ കാണുന്നതും ഇപ്പോൾ നമ്മൾക്കെന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക്, ഫിൽറ്റേർഡ്, ഫ്ലിപ്ഡ് ആയത് എല്ലാം കാണാമല്ലോ. അപ്പോൾ നമ്മുടെ ബോഡി ഡിസ്മോർഫിയ എന്നാണ് പറയാൻ തോന്നുന്നു. അത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഇത് കൊള്ളാമോ, ഞാൻ ഭംഗിയുണ്ടോ, ഫോട്ടോയിൽ രസമുണ്ടോ, അത് കൊള്ളൂല. ഇതാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഏത് നേരം ഫോട്ടോ എടുക്കുമ്പോഴും പറയുന്ന കാര്യം. പക്ഷേ ഉള്ള പോലെയൊക്കെ തന്നെ നമ്മൾ അതിലിരിക്കുള്ളൂ. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ കണ്ട് നമ്മളുടെ ഫീച്ചേഴ്സോ നമ്മളുടെ ഭംഗിയോ ഒക്കെ ഒരു അഭംഗിയായിട്ട് തോന്നുന്ന ഒരു സ്റ്റേജ് സ്പെഷ്യലി ടീനേജേഴ്സിൻ്റെ ഇടയിൽ വളരെ കൂടുതലാണ്. പിന്നെ
ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഹാവിങ് എ റിലേഷൻഷിപ്പ് വളരെ ഗ്ലോറിഫൈഡ് ആണ്. ഒരു കുഴപ്പമില്ല ഒരു റിലേഷൻഷിപ്പ് ഒരു ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ഉണ്ടായിട്ട് ഇരിക്കുന്നതിൽ. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ ചെറിയ കുട്ടികൾ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നു, സ്ഥലങ്ങളിൽ പോകുന്നു, അങ്ങനത്തെ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. ടീനേജേഴ്സാണ് എല്ലാവരും. അങ്ങനെ കാണുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാവുന്നത് വളരെയധികം പേടിയാണ്. കാരണം കുട്ടികൾ പലരും പഠിക്കുന്നതിന് പകരം എനിക്ക് കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ ഒരു 15-16 വയസ്സിലൊക്കെ പറയുക, അല്ലെങ്കിൽ ഒരു 12-13 വയസ്സിലൊക്കെ തന്നെ കല്യാണം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമാണ് ലൈഫിൻ്റെ ഗോള് എന്ന രീതിയിൽ ചുരുങ്ങുന്ന കുട്ടികളുണ്ട് എന്നാണ് പല പാരൻസും പറയുന്നത്. അവർക്ക് ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഓരോരുത്തരുടെ ലൈഫ് ഓരോ ട്രജക്ടറിയിലാണ് പോവുക. ചിലപ്പോൾ ചെറിയ ഏജിൽ കല്യാണം കഴിച്ച് സെറ്റിലാവുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവരുടെ ലൈഫ് നന്നായിട്ട് പോകും, ചിലപ്പോൾ അവരുടെ ലൈഫ് നന്നായിട്ട് പോയില്ലായിരിക്കും. പക്ഷേ ആസ് എ ഫീമെയിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ അമ്മമാർക്കാണ് ഈ വറി കൂടുതലും കണ്ടത്. ഒരു ഗോളില്ല, സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ അമ്മമാർ വളരെ വറീഡായിട്ടും തോന്നി ഈ ഒരു കാര്യത്തിൽ. ഇനി ഞാൻ ഇത്രയൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും ഇൻസ്റ്റഗ്രാം എന്നുള്ള പ്ലാറ്റ്ഫോമിന് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. പോസിറ്റീവ്സിൽ എനിക്ക് പറയാനുള്ള ഒന്ന്, ഫെയിം ഡെമോക്രാറ്റിക് ആയി എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു ടിക്ടോക്ക് വന്ന സമയത്താണ് ഫെയിം വളരെയധികം ഡെമോക്രാറ്റിക് ആയത്. ബേസിക് ആയിട്ടുള്ളൊരു ഫോണും എക്യുപ്മെൻറ്റും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ് ഇടാൻ പറ്റും, നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. ഇപ്പം നിങ്ങൾ സിനിമാ ലോകത്ത് തന്നെ നോക്കൂ, അധികവും പിടിപാടുള്ളവരുടെ മക്കളാണ് അതിൽ കയറി പിടിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ള ഒരുപാട് പേർക്ക് ഇതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ അവർക്കൊന്നും അതിനുള്ള അവന്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. അവർക്കൊന്നും അതിനുള്ള സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ അഭിനയിക്കാൻ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ത്രൂ ആ ഫെയിം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഫെയിമിൻ്റെ ഡെമോക്രറ്റൈസേഷൻ ത്രൂ സോഷ്യൽ മീഡിയ ഷുഡ് ബി സ്റ്റഡീഡ് ആക്ച്വലി. ഇപ്പം എന്നെ തന്നെ നോക്കൂ, ഞാനൊരു ഒരു വീട്ടിൽ നിന്നുള്ള സാധാരണ രീതിയിൽ വളർന്നു വന്നൊരു കുട്ടിയാണ്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആങ്കറൊക്കെ ആയിട്ട് പോയ രസം ഉണ്ടാവുമല്ലേ. ഇപ്പം ഞാൻ നോക്കൂ, ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ വളരെ പരിമിതമായ രീതിയിലാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു നെഗറ്റീവായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ആളുടെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര കുശുമ്പാണെന്ന്. ഈ ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര പൈസ ഉണ്ടാക്കുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫോമോ ഉണ്ട് ആൾക്കാർക്ക് എന്നുള്ളത്. പക്ഷേ ഫെയിം ഡെമോക്രാറ്റിക് ആയത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അതിൽ തന്നെ പലപ്പോഴും യൂത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും നല്ല മെസ്സേജ് കൊടുക്കുന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല. അത് പണ്ടും പിന്നെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വയലൻസ് ഗ്ലോറിഫൈഡ് ആണ്, ട്രോളിങ് ഗ്ലോറിഫൈഡ് ആണ്. അങ്ങനെ ഒരു സൈഡ് അതിനുണ്ടെങ്കിലും എല്ലാവർക്കും ഫെയിമിനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമല്ലേ. അതും ആ ഫെയിമിലൂടെ ഒരു ഇൻകം സോഴ്സ് ഉണ്ട് എന്നുള്ളതും വളരെ നല്ല കാര്യമല്ലേ. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, കാണാൻ ഏറ്റവും ഭംഗിയുള്ള ആൾക്കാർക്കും എല്ലാ ഭംഗിയുള്ള ആൾക്കാർക്കും ചിലപ്പോൾ സിനിമയിൽ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിമിലോ ഒരു മോഡലോ ആയിക്കൊള്ളണമെന്നില്ല. അവർക്കും ഒരു ചാൻസ് അതല്ലാത്തൊരു അവന്യൂ കിട്ടിയെന്നുണ്ടെങ്കിലും പലപ്പോഴും പല സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളുള്ള ആൾക്കാർക്കും, ചിലപ്പോൾ കാണാൻ അത്ര കൺവെൻഷനലി ഗുഡ് ലുക്കിംഗ് അല്ലാത്ത ആൾക്കാർക്കും, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാർക്കും ഒക്കെ ഒരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ ഒരുപാട് പേര്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജാണ് വിപാസന ബൈ ആശ എന്ന് പറഞ്ഞൊരു അമ്മയുടെ. ആൾക്ക് കണ്ണ് കാണില്ല, പക്ഷെ ആളുടെ ഡെയിലി ലൈഫ് എന്തൊരു ഭംഗിക്കറിയോ കാണിക്കുക. എനിക്ക് ഇഷ്ടമാണ് ആളുടെ കണ്ടന്റ് കണ്ടിരിക്കാനായിട്ട്. ഞാൻ എപ്പോഴും കാണും. കാരണം അങ്ങനെ ഒരാൾ എനിക്ക് നേരിട്ടറിയില്ല. കണ്ണ് കാണാത്ത ഒരാൾ നമ്മുടെ ഫാമിലിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ ആ പുള്ളിക്കാരി അതിനൊരു കുറവായിട്ടല്ലാണ്ട് എല്ലാ തരത്തിലും ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ അമ്മ അത് ചെയ്യുന്നു എന്ന് തോന്നുന്ന രീതിയിൽ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അത് കാണുമ്പോൾ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമാണല്ലോ. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും കഴിവുണ്ട് വെച്ചാൽ നമുക്കൊരു ഇത് തുടങ്ങാൻ പറ്റും. അതൊരു വലിയ നല്ല കാര്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോകത്തിന് ചുറ്റുമുള്ള, ഇപ്പോൾ നിങ്ങളൊരു ആർട്ട് റിലേറ്റഡ് ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ളതാണ്, അല്ലെങ്കിൽ ഡിസൈൻ റിലേറ്റഡ് ഏതെങ്കിലും ഒരു ഫീൽഡിൽ, എന്ത് ഫീൽഡിലാണെങ്കിലും, സിനിമാറ്റോഗ്രാഫി പഠിക്കാനാണോ ഡയറക്ഷൻ ആണോ, ലോകത്തുള്ള എല്ലാ ആൾക്കാരായിട്ടും നമുക്കൊരു കണക്ഷനാണ്. ലോകത്തുള്ള എല്ലാവർക്കും ഏത് കോണിലിരിക്കുന്ന ആൾക്കാണെങ്കിലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അവരുടെ ബോഡി ഓഫ് വർക്ക് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ മീംസും ഈ കാര്യങ്ങളൊക്കെ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവണു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു ചാനലാണത്, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ. ബ്രെയിൻ റോട്ട്, പീക്ക് ബ്രെയിൻ റോട്ട് ആണെങ്കിലും കൂടി ബാലറീനോ ക്യാപിച്ചിനോ മീ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിന് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ
ആരാ എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാവുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമില്ലേ. അപ്പോൾ നമുക്ക് അതൊരു ഫൺ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്, സെൻഡിങ് റീൽസ് ടു യുവർ പാർട്ട്നേഴ്സ് ഓർ ഫ്രണ്ട്സ് ഓർ എനിബഡി. അപ്പോൾ ആ ഒരു കണക്ഷൻ എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നമ്മൾക്ക് ഒരാൾ അയക്കുന്ന റീൽ വെച്ച് അവർ നമ്മളെപ്പറ്റി എന്താ ചിന്തിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് വലിയൊരു പോയിന്റ് ആട്ടോ. കാരണം അവർ നമുക്ക് അയക്കുന്ന റീൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതാണ് നമ്മളെ വിലയിരുത്തി വെച്ചേക്കണമെന്ന് നമുക്ക് വേഗം അറിയാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ പക്ഷേ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഞാൻ ഇന്ന് ഹോംവർക്ക് പോലെ ഒരു 5000 റീൽ അയച്ചിട്ടുണ്ടാവും. എന്ന് രാത്രി കിടക്കണതിന് മുന്നേ അത് കണ്ടില്ലെങ്കിൽ ഞാൻ കച്ചറ ഉണ്ടാക്കാറുണ്ട്. നല്ല കാര്യമാണെന്ന് വെച്ചാൽ നല്ല കാര്യം തന്നെയാണ്. ഇതൊക്കെ ഒരു ബോണ്ട് ബിൽഡിങ്ങിൻ്റെ ഭാഗമല്ലേ. പിന്നെ ഒരു കാര്യം, ഇപ്പം ഒരുപാട് പേര്, ഞാനും ഇൻസ്റ്റഗ്രാമിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിനെ ഞാൻ കണക്കിലാക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ആൽബമായിട്ടാണ്. എനിവേ നമ്മുടെ പ്രൈവസിക്കൊന്നും അവർക്കൊരു വാല്യൂ ഇല്ല. അവർ നമ്മുടെ എല്ലാ ഡേറ്റയും എൻ്റെ ഈശ്വര ഫോണിൽ ചിലപ്പോൾ സംസാരിച്ച കാര്യത്തിൻ്റെ ആഡ് എനിക്ക് പിറ്റേ ദിവസം വരാറുണ്ട്. അത്ര അധികമാണ് അവർ ആഡ് പുഷ് ചെയ്യുന്നത്. ഏതോ US ഒരു മദർ അവരുടെ സ്റ്റിൽ ബോൺ ആയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുടെ ആഡ് പിന്നെ അവർ പുഷ് ചെയ്തിട്ട് ഒരു ഓപ്പൺ ലെറ്റർ എഴുതിയിരുന്നു. കാരണം ഈ കമ്പനീസിന് അറിയില്ലല്ലോ കുട്ടി ഉണ്ടായില്ല എന്നുള്ളത്. അപ്പോൾ അത്രയും നമ്മൾ അത് വളരെ സ്പെസിഫിക് ആയ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ആപ്പായിരുന്നു. ഒരു ചെടി സ്കാൻ ചെയ്ത് ആ ചെടി എന്താണെന്ന് പറയാൻ പറ്റുന്ന ആപ്പ് ഉണ്ടായിരുന്നു. ഈ കിടിലായിരുന്നതിനായിരുന്നു. ഫോണിൽ നമ്മുടെ കോൺവെർസേഷൻ ആയിരുന്നു. പിറ്റേ ദിവസം നമുക്ക് ആഡ് വന്നു. എങ്ങനെയാ? ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ എവിടെ അത് സെർച്ച് ചെയ്തിട്ട് ഒന്നും ഉണ്ടാവില്ല, സംഭവം ആഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സാധനത്തിന് ഈ പേഴ്സണൽ ഇൻഫർമേഷൻ ഇത്രയും നമ്മളുടെ അവർ എടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഞാനിതിനെ കൺസിഡർ ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ്. അത് കുറേ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലീനെ മാത്രം ഇട്ടിട്ട് അവരുടേതായ പേഴ്സണൽ ഡേറ്റ ഒക്കെ ഇടുന്നത്, റീൽസ് കാര്യങ്ങൾ അങ്ങനത്തെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്മറീസ് എന്നും അവിടെ സ്റ്റോർഡ് ആയിരിക്കും. നമ്മുടെ ഫോൺ ചിലപ്പോൾ നശിച്ചു പോകാം, പക്ഷെ നമ്മുടെ മെമ്മറീസ് ഇപ്പോൾ സ്റ്റോറി ആയിട്ട് ഇട്ടതാണെങ്കിലും ആർക്കൈവിൽ പോയാൽ കിട്ടും. അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയ ആഡ്സിനെ പലപ്പോഴും ഞാൻ നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യാണ്. അവർക്കൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്രോക്കറിയാണ് വേണ്ടത്. അത് വേണം അവർക്ക് ഷൂട്ടിന്. അത് നമുക്ക് എവിടെയും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബ്രാൻഡ് കണ്ടുപിടിച്ചിട്ട് അതുപോലത്തെ ഒരു 10 പടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ അങ്ങോട്ട് ഇന്ത്യയിൽ എന്ത് അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ ആഡ് വന്ന് തുടങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ സുക്കണ്ണനെ പണിക്ക് ഇരുത്തിയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ആൾക്കൊരു ജോലി കൊടുത്താൽ കുറച്ചും കൂടി അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല റെസിപ്പീസ് വേണം. അതായത് അക്രോസ് ദ ഗ്ലോബിൾ റെസിപ്പീസ് നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയപ്പോൾ എനിക്ക് ഡ്രൈ പേസ്റ്റൽസ് വെച്ച് വരയ്ക്കുന്ന കാര്യമാണ് വേണ്ടത്. അതിൻ്റെ കണ്ടൻറ്റ് കുറേ ഞെക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ അവരെനിക്ക് എപ്പോഴും ആ കണ്ടൻറ്റ് റീലിൽ സജസ്റ്റ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ അൽഗരിതം ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് അൽഗരിതത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യാൻ വല്ലപ്പോഴും ഒക്കെ സാധിക്കാറുണ്ട്. അത്രയൊക്കെ തന്നെ ഗുണം പറയാനുള്ളൂ കേട്ടോ. അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് നമ്മളാണ്. ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അവർ നമ്മൾ ഉപയോഗിക്കുകയാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാനൊരു പ്രോപ്പർ അഡിക്റ്റാണ്. ഞാനിപ്പം മറ്റു ജോലികളൊക്കെ ചെയ്യുമ്പോൾ വേറൊരു റൂമിൽ ഫോൺ പൂട്ടി വെച്ചിട്ട് ചെയ്യും. കാരണം അറിയാണ്ട് അതിലേക്ക് പോയിട്ട് കൈ ഞോണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും എന്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തൊരു കുറവാന്ന് നോക്കേണ്ട സബ്സ്ക്രൈബർ വേഗം സബ്സ്ക്രൈബർ ബട്ടണൊക്കെ അമർത്തുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക. ബൈ.